So I was a guy who sacrificed a lot of time for instant momentary pleasure and that small dopamine rush when you do activities like porn, watching some dumb TV shows, scrolling on Instagram and etc. I have a dream to build this YouTube channel, right? ബട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു അഡിക്ഷൻ, ഈ ഒരു സൈക്കിളിൽ നിന്ന് പുറത്തു കടന്നാലാണ് എനിക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ എത്താൻ പറ്റുള്ളൂ. ആൻഡ് ഐ സെർച്ച്ഡ് ഇൻ യൂട്യൂബ് ആൻഡ് ഐ ഫൗണ്ട് വൺ തിങ്, dopamine detox. A lot of YouTubers are doing this for 1 week, 2 week and they are seeing this as a challenge. ഒരു 1 week, 2 week കഴിഞ്ഞാൽ they are back to where they were. അതിന് കമ്മിറ്റ്മെന്റ് കൊടുത്ത് ലൈഫ് ടൈം ലോഗ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അതിനെ കാണുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ എവർ ഡു ടു യുവർ ഫ്യൂച്ചർ സെൽഫ്. ആ മെയിൻ ആയിട്ടുള്ള ഈ യൂട്യൂബേഴ്സ് പറഞ്ഞു തന്ന ഡോപ്പമൈൻ ഡീടോക്സിൽ ചെറിയ എഡിറ്റിംഗ് വരുത്തി നിങ്ങൾക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് വിൽ ഹെൽപ് യു ടു ഡു ദിസ് for a long while. We don't want that reset. We are going to live like this. Fulfilling our potential is our purpose. Our purpose distraction കൂടാതെ നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ we will commit it. This video is going to help you for that. സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ആസ് എ ചാലഞ്ച്. ഈ ഒരു ഡോപ്പമൈൻ ഡീടോക്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാള്, ലൈഫ് ലോങ് ഇത് ജിമ്മിൽ പോകുന്ന പോലെ കൊണ്ടുപോകുന്ന ഒരാള്, എവറി ഡേ ഈസ് എ ഡോപ്പമൈൻ ഡീടോക്സ് ഡേ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരാള് വിൽ ഫക്കിംഗ് ഔട്ട് റൺ എവറി സിംഗിൾ ഗൈ ഓൺ ദിസ് earth. He will destroy every mediocre mother in this universe. But you have to have the guts. ഇതൊരു ചലഞ്ചേ അല്ല. This is a lifestyle, just like gym, just like a healthy diet, just like other self-improvement habits. This is also guiding my way to improving myself. That should be your mindset. Identify what cripples you. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് I used to fap like 5 times a day. ഞാൻ ആ ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും I will just scroll like ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ സൈഡ് കടന്നിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ജസ്റ്റ് സ്ക്രോൾ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്തുവാ ഇങ്ങനെ ഇരിക്കണെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടാവും. ഞാൻ എന്റെ തന്നെ കാഴ്ച മറിച്ചിട്ട് ഐ ആം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ വോണ്ട് എവർ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഐ ക്യാൻ ഡു ഓൾ ഓഫ് ദീസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ്. എനിക്ക് ഒരു ദിവസം പോലും ഇത് ചെയ്യാതിരിക്കാൻ പറ്റാറില്ല. സോ അതുപോലെ ഇരിക്കണം ഞാൻ. ഇതൊരു ചലഞ്ച് ആയിട്ട് കണ്ട് ഇത് ഒരാഴ്ചത്തേക്ക് ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ട് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഞായറാഴ്ച ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അടുത്ത ഞായറാഴ്ച വരെ എനിക്ക് കാത്തിരിക്കണം, ബിക്കോസ് ദാറ്റ് ഈസ് എ ഡെഡ് ലൈൻ. അത് കഴിഞ്ഞ് എനിക്ക് എന്ത് വേണേലും ചെയ്യാം. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്നവര് നമുക്ക് തരുന്നത്. നമ്മൾ സ്പിരിച്വലി ഇവോൾവ് ആകണം, അല്ലാതെ നമ്മുടെ ഈഗോ അല്ല ഇവോൾവ് ആവണ്ടേ. സോ ഇതൊരു 10 year, 20 year, 30 year ആയിട്ടുള്ള ഒരു ലോങ് ഗ്രാഫിൽ കണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് മാറ്റിയില്ലെങ്കിൽ ഇത് 10 yearsൽ നിങ്ങളെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്നുള്ള. ഇപ്പോ സ്ക്രോളിംഗ് ഓൺ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നില്ല, ബട്ട് ഈവൻ 1 മണിക്കൂർ ആണെങ്കിൽ പോലും നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം വിൽ സ്റ്റണ്ട് യുവർ ഗ്രോത്ത് ഇൻ ദ ഫ്യൂച്ചർ. വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളിങ്ങനെ താഴ്ത്തും ആ ഒരു 1 hour. If that is porn addiction, that will affect your self-respect. ആ self-respect ഇല്ലായ്മ നിങ്ങളെ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ സമ്മതിക്കില്ല. That won't give you when the small itty-bitty slice of confidence. Without confidence, you are no one. You are zero, bro. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരാളാണെങ്കിൽ you have to find that ആ ഒരു മേജർ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ നിങ്ങളെ ക്രിപ്പിൾ ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് കണ്ടുപിടിച്ച് അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി അതെങ്ങനെ ചെയ്യാതിരിക്കാന്ന് പറയാം. ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹാബിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയും ഡോപ്പമൈൻ നമുക്ക് തരുന്ന ഹാബിറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണ്ണാങ്കട്ടെ തോന്നില്ല. സോ അതെന്തെങ്കിലും തോന്നണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ദ ബാഡ് ഹാബിറ്റ്സ് ഫസ്റ്റ്. സോ ദ തിങ് ദാറ്റ് യു ഷുഡ് ഡു ഈസ് ടു replace these bad habits with good habits. Porn addiction ആണെങ്കിൽ replace it with reading. That is the best thing that you can replace porn with. Whenever നിങ്ങൾക്ക് അർജ് വരുവാണെങ്കിൽ open a book and read it for a while. നിങ്ങളുടെ കട്ടിലേക്ക് കിടന്ന് റൂമിൽ അടച്ചുകൂട്ടി ഇരുട്ടത്തിരുന്നല്ല വായിക്കേണ്ടത്.
ഗെറ്റ് ഔട്ട് ഓഫ് യുവർ എൻവിറോൺമെന്റ് ഫസ്റ്റ്. ഫോൺ അഡിക്ഷന്റെ ആ ഒരു കാര്യത്തിലാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു കെൻ ഡു എവർ. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ എൻവിറോൺമെന്റ്. നിങ്ങൾക്ക് അങ്ങനെ കട്ടിലേക്ക് ഇരുന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അർജ് വരുവാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് റൂം, ടേക്ക് എ ബുക്ക് വിത്ത് യു ആൻഡ് പുറത്ത് ആ ഒരു സൺലൈറ്റിൽ പോയിരുന്ന ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഒരു മാസ്റ്റർബേഷനും കിട്ടില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് സ്പിരിച്വൽ വേ ടു ഗെറ്റ് ദാറ്റ് ഡോപ്പമൈൻ. നമ്മള് ഒരു പാരലൽ യൂണിവേഴ്സിലാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു യൂണിവേഴ്സിൽ വി ആർ അഡിക്റ്റഡ് ടു ഫോൺ. We masturbate every single day for 5 times. ബട്ട് ഇവിടെ നമുക്ക് അർജ് വരും. പക്ഷെ അർജ് വന്നാലും ആ വരുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയി ഒരു ബുക്ക് വായിക്കുവാണ്. ആൻഡ് അങ്ങനെ ഇവഞ്ച്വലി ഇതൊരു ഹാബിറ്റായി മാറും. പിന്നെ നമുക്ക് അർജ് വരില്ല, നമുക്ക് ബുക്ക് വായിക്കാനേ തോന്നത്തുള്ളൂ. ആൻഡ് ഈ ഒരു 2 പാരലൽ യൂണിവേഴ്സ് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടോ? ദിസ് guy is wasting his potential. This guy is wasting his energy. But this guy is actually gaining knowledge. Don't forget it. Fictional book or non-fictional book, that doesn't matter. You just have to get out of this urge. പക്ഷെ ഇതൊരു ഹാബിറ്റ് ആകുമ്പോൾ you will definitely should check out self-help books that will actually help you. So he is actually gaining knowledge to get mentally strong, physically strong. He is working on his broad and his attention by reading. This guy is going down spiritually, mentally, physically, at every aspect as a man. This guy is going down. But this guy, bro, this guy is at a small level because പുള്ളി ക്യൂർ ചെയ്തത് ആകെ പൊട്ടൻഷ്യൽ മാത്രമാണ്. ബട്ട് ക്യൂർ ചെയ്തിട്ട് പുള്ളി വെറുതെ ഇരിക്കുമല്ല. ഹീസ് അക്വയറിംഗ് നോളജ് എവറി ടൈം ഹി ഗെറ്റ്സ് ദാറ്റ് urge. അതുകൊണ്ട് തന്നെ ഹിസ് ഗ്രാഫ് ഈസ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ്. ഈ ഒരു റീപ്ലേസ്മെന്റ് ഹാബിറ്റ് നമ്മുടെ ഡെയിലി ഹാബിറ്റ് ആവുമ്പോൾ വി ആർ ടേക്കിംഗ് ദാറ്റ് നെക്സ്റ്റ് ബാഡ് ഹാബിറ്റ് ദാറ്റ് ഈസ് ഹോൾഡിംഗ് us ബാക്ക്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് കളയുവാണെങ്കിൽ ആ ടൈം നിങ്ങളെ ഒരു നല്ലൊരു സ്കില്ല് പഠിക്കണതിന് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് പ്ലേ ചെയ്യണതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കൂട്ടുകാരോടെ പുറത്തു പോകണതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആക്ച്വലി ടേക്ക് എ വാക്ക്. ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ ടേക്ക് എ ഫക്കിംഗ് വാക്ക് ബ്രോ. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ആഡ് സം സ്റ്റോറീസ്. എപ്പോഴും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് യു ക്യാൻ ഷെയർ സംതിങ് ടു ദ വേൾഡ്. ആൻഡ് ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റും കിട്ടും വൈൽ വാക്കിംഗ്. ഓ ദിസ് ഈസ് ലൈഫ്, ഐ വാസ് മെന്റ് ടു ഡു ദിസ്. ഞാൻ എന്തിനാ ഈ റൂമിലിരുന്ന് ഈ വെർച്വൽ വേൾഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഐ ഹാവ് എ റിയൽ വേൾഡ് ടു ലിവ് ഇൻ. റീപ്ലേസ് ചെയ്യാതെ യു ആർ നെവർ ഗെറ്റിംഗ് എനിവെയർ. നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നടക്കുമല്ല. നമ്മൾ നടക്കുമ്പോൾ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഫിറ്റ്. We are doing something adventurous. നമ്മുടെ ancestors ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. So you are getting fit, you are getting some insights, you are getting some testosterone, you are becoming masculine. ഈ ഒരു 2 റീപ്ലേസ്മെന്റ് ഹാബിറ്റ്സും കൂടെ കൂട്ടിയപ്പോൾ you are already on the path, right? നിങ്ങൾക്ക് എന്ത് ബാഡ് ഹാബിറ്റ് ആണെങ്കിലും find that replacement habit. നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്ന ആളാണെങ്കിൽ സ്റ്റാർട്ട് എ ഫക്കിംഗ് മോർണിംഗ് റൂട്ടീൻ. ഒരു മോർണിംഗ് റൂട്ടീനുള്ള ആള് ഹീസ് ദ ബെസ്റ്റ്. എല്ലാരും പറയാണ് മോർണിംഗ് റൂട്ടീൻ ക്രിഞ്ചാണ്, വർക്ക് ചെയ്യില്ല. CEO മോർണിംഗ് റൂട്ടീൻ, നിങ്ങൾക്ക് പൈസ ഇങ്ങനെ മഴ വീണോണ്ടിരിക്കും. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മോർണിംഗ് റൂട്ടീൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നേരെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ലതാണോ? അത് നല്ലതല്ല. അതിനേക്കാളും ഭേദം ഒരു ഹെൽത്തി ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീനാണ്. എണീക്കുക, ഗെറ്റ് സം സൺലൈറ്റ്, ഗോ ആൻഡ് മെഡിറ്റേറ്റ്, ടേക്ക് എ കോൾഡ് ഷവർ ആൻഡ് വർക്ക് ഫോർ യുവർ ടാസ്ക്. യു ഹാവ് എ ഗ്രേറ്റ് ടാസ്ക് അഹെഡ് ഫോർ ദ ഫ്യൂച്ചർ. സോ യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു 90% ഓഫ് മെൻ ആർ നോട്ട് ഡൂയിങ് ദിസ് ഷിറ്റ്. ഇത്രയും വലിയ കാര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ആർ ഓൾറെഡി ഓൺ ദ മൂവ് ടു ദ 1%. കാരണം ഒരു കാലഘട്ടത്തിൽ 10 പുഷപ്പും 30 സെക്കൻഡ് മെഡിറ്റേഷനും മതി നിങ്ങൾക്ക് ഏകദേശം ഒരു 80% ആക്കാറ് മുമ്പോട്ട് വരാൻ. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഓൺ ദ റൈറ്റ് മൂവ് ടു ബിക്കം ദ 1%. നിങ്ങൾക്ക് 1% ആവണ്ടെങ്കിലും യു ആർ on the move to get to your potential. Fulfilling your potential is your purpose, not fulfilling your purpose. Fulfilling your potential that God gave you. ഇത് ഏത് വർക്കാണെങ്കിലും, ഇപ്പൊ ജിമ്മിൽ പോയി, ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇതുണ്ടാവണം. ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഐ ഹാവ് റീച്ച്ഡ് മൈ ലിമിറ്റ്. ആ ലിമിറ്റാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ആ ഒരു ലിമിറ്റിൽ നമ്മൾ എത്തിയെന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോടും ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. ദാറ്റ് ഈസ് ഹൗ യു റീച്ച് യുവർ പൊട്ടൻഷ്യൽ. ഒരു വർക്കിന്റെ കേസിലാണെങ്കിൽ യു ഹാവ് ഡൺ ദ ഡീപ് വർക്ക് ടു യുവർ ലിമിറ്റ്, ടു യുവർ പൊട്ടൻഷ്യൽ.
And നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾക്ക് ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം, I did very well today. Thank you God for giving me that potential. I will be grateful for you every day for giving me potential and giving me strength, and you will start to pray. You will be more spiritual. This is the actual way to get rid of bad habits. You shouldn't be doing some dopamine detox challenge 10-day, 2-week, 24-hour. What the fuck this is? This is your life. Don't fucking play with it. Get your potential as soon as possible. As soon as possible എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അത്ര ഇംപേഷ്യന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കം പേഷ്യന്റ്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ജസ്റ്റ് ബി പേഷ്യന്റ്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആൻഡ് യു വിൽ ബി ഓൾ ഫൈൻ. ആൻഡ് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ലിമിറ്റിൽ നിങ്ങൾ എത്തിച്ചു എന്നുള്ള ആ ഒരു റിയലൈസേഷനിൽ ചെയ്യുക. And you will be all fine. You are the fucking masculine man on നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, മേ ബി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, മേ ബി ആ ഒരു ഏരിയയിൽ തന്നെ. You just have to apply these tools and become patient and be consistent. This is the way. I promise you. എനിക്ക് ഒരു വിശ്വാസമില്ല ഈ കാണുന്ന ഒരാൾ ഇത്രയും ഈ പാർട്ട് വരെ വരുമെന്ന്. But if you have came this far, you are going to fucking destroy the people in your craft, bro. I fucking promise that. God bless you, man. See you in the next video.